ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷയുടെ മൂന്നാമത്തെ എപ്പിസോഡിന്റെ ഒരു മുഴുവൻ റിവ്യൂ ആണ്. ഏകദേശം 1 മണിക്കൂർ ഉള്ള എപ്പിസോഡിന്റെ വളരെ ചെറിയൊരു റിവ്യൂയിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ റെനീഷ ജഡ്ജസിന്റെ സീറ്റിൽ ഇരുന്നു കൊണ്ടാണ് ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് എപ്പിസോഡ്. അത് കഴിഞ്ഞ് ജഡ്ജസ് വരുന്നു, ജസ്റ്റ് ഫണ്ണായിട്ട് അവർ കുറച്ചു നേരം സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് ജഡ്ജസ് അവരുടെ സീറ്റിലേക്ക് പോകുന്നു. റനീഷ മുഴുവൻ മത്സരാർത്ഥികളെയും വിളിക്കുന്നു. 40 പേരും 2 വശങ്ങളിലായിട്ട് ഇരിക്കുകയാണ്. ഒരു നിരയിൽ 10 പേര് വീതമുണ്ട്. അപ്പോ ജഡ്ജസും റനീഷയും ചേർന്നുകൊണ്ട് ഇവരെ 4 ടീമുകളായിട്ട് തിരിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 4 ടീമുകളായിട്ട് തിരിക്കാൻ അപ്പോ രഞ്ജിനി ഒരു എളുപ്പ വഴി സജസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ അവർ ഇരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഒരു ടീം ആവട്ടെ. അതായത് ഒരു വരിയിൽ ഇരിക്കുന്ന 10 പേര് ഒരു ടീം, അങ്ങനെ 4 ടീം. സോ അതിനുശേഷം ഓരോ ടീമിനെയായിട്ട് അവർ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. സ്റ്റേജ് വിളിച്ചിട്ട് ഒരു ടീം ഒരു ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കണം എന്ന് പറയുന്നു. സോ മത്സരാർത്ഥികൾ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്യുന്ന ആളായിരിക്കും ടീമിന്റെ ക്യാപ്റ്റൻ. സോ ടീം എ, ആദ്യം വന്ന ടീം, ആ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് മെജോറിറ്റി തെരഞ്ഞെടുത്തത് താഷിനെയാണ്. താഷി നമുക്കറിയാം ഇന്നലെ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു മത്സരാർത്ഥി തന്നെയാണ്. വളരെ യങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. സോ താഷിയാണ് ടീം എയുടെ ക്യാപ്റ്റൻ. അടുത്ത ടീം ബി വരുന്നു. ടീം ബിയിലുള്ള ആളുകൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്നു. മെജോറിറ്റി സപ്പോർട്ട് കിട്ടിയ പ്രണവും താഷിനെ പോലെ തന്നെ നമ്മുടെ ഇൻഫിനിറ്റി പെൻഡന്റ് നേടിയ ഒരു മത്സരാർത്ഥിയാണ്. വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ്. പ്രണവിനെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ പ്രണവ് ടീം ബിയുടെ ക്യാപ്റ്റൻ ആവുന്നു. അത് കഴിഞ്ഞ് ടീം സിയിലുള്ള മത്സരാർത്ഥികൾ വരുന്നു. അവരെല്ലാരും കൂടെ ചേർന്നുകൊണ്ട് അഭിറാമിനെ തെരഞ്ഞെടുക്കുന്നു. അഭിറാം നമ്മുടെ ബോഡി ബിൽഡർ ആയിട്ടുള്ള പയ്യൻ, അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നു. അത് കഴിഞ്ഞ് ടീം ഡി വരുന്നു. അവിടെയുള്ള മെജോറിറ്റി ചേർന്നുകൊണ്ട് ലോലിറ്റനെ തെരഞ്ഞെടുക്കുന്നു. 18 വയസ്സ് മാത്രം, 18 19 വയസ്സ് മാത്രം പ്രായമുള്ള കൂട്ടത്തിലെ ഏറ്റവും യങ് ആയിട്ടുള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് ലോലിറ്റനെ തെരഞ്ഞെടുക്കുന്നു. ലോലിറ്റയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയും ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം ആ ഒരു ഇൻഫിനിറ്റ് പെൻഡന്റ് നേടിയ ഒരു മത്സരാർത്ഥിയാണ്. നല്ല രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ച ഒരാളാണ്. സോ ഇവര് 4 പേരുമാണ് ടീമുകളുടെ ക്യാപ്റ്റൻസ്. അപ്പോ നമ്മുടെ റെനീഷ പറയുന്നു, നിങ്ങൾ 4 പേരും സ്റ്റേജിൽ നിൽക്കണം, ബാക്കിയുള്ളവരെല്ലാവരും പോകണമെന്ന് പറയുന്നു. ഇവര് 4 പേര് നിൽക്കുന്ന സമയത്ത് രഞ്ജിനി പറയാണ്, ഇന്ന് 4 പേര് ഇവിടെ നിന്ന് എവിക്റ്റ് ആവും. സോ അത് ആരൊക്കെയാണെന്ന് ഞങ്ങൾ ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് ടെൻഷൻ അടുപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ബിഗ് ബോസിനകത്ത് ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളിന് പണി കിട്ടിയിട്ടുണ്ട്. പല സീസണുകളിലും ക്യാപ്റ്റനായിട്ട് എല്ലാവരും ചേർന്ന് തെരഞ്ഞെടുത്ത ആളിനെ എവിക്റ്റ് ചെയ്ത് വിട്ടിട്ടവരെയുണ്ട്. സോ അങ്ങനെയൊക്കെ പല പല സംഭവങ്ങൾ നടക്കാറുണ്ട്. സോ ഈ 4 പേരും പേടിച്ചു. കൂടെ നിൽക്കുന്ന എല്ലാരും കൂടെ ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുത്ത് വിട്ടത് ഇനി പുറത്തേക്കുള്ള വഴിയിലേക്കാണോ എന്നൊരു സംശയം അവർക്കൊക്കെ തോന്നി. പക്ഷെ അതൊരു ഫണ്ണായിരുന്നു. രഞ്ജിനി പറഞ്ഞു, നിങ്ങൾ 4 പേരും അല്ല എവിക്റ്റ് ആവുന്നത്, പക്ഷേ ഇന്ന് 4 പേര് ഇവിടെ നിന്ന് പുറത്തു പോകുന്നുണ്ട്. 40 പേര് 36 പേരായിട്ട് മാറുമെന്ന് അഖിൽ മാരാർ പറയുന്നു. അത് കഴിഞ്ഞിട്ട് രഞ്ജിനി ഇവരോട് പറയുന്ന വേറൊരു കാര്യം, നിങ്ങൾക്ക് 4 പേർക്കും ഇമ്മ്യൂണിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ നിന്ന് നിങ്ങൾ 4 പേരും പുറത്തു പോവില്ല, കാരണം ക്യാപ്റ്റൻസ് ആയിട്ട് തെരഞ്ഞെടുത്തതുകൊണ്ട്. അങ്ങനെ ഈ 4 പേരും സേഫ് ആവുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ടാസ്ക് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക്. പക്ഷേ നമുക്ക് ഇത്തരം ടാസ്കുകൾ സിമ്പിൾ ആണെങ്കിലും അത് ബ്രില്യന്റ് ആയിട്ട് ചെയ്യാനും കഴിയണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ടാസ്ക് ലളിതമാണ്. ഒരു ടൈമർ വെച്ചുകൊണ്ടുള്ള ഒരു കളിയാണ്. സോ ടൈമർ വെക്കുന്ന സമയത്ത് ഒരു ടേബിളിന്റെ മുകളിലാണ് അത് വെച്ചിട്ടുള്ളത്. ഒരു ടീമിനായിരിക്കും ഒരു തവണ മത്സരിക്കാൻ പറ്റുക. ആദ്യത്തെ ടീം വരണം, അവര് വരിവരിയായിട്ട് പുറകിലേക്ക് നിൽക്കണം. 60 സെക്കൻഡ് ആണ് ഈ ഒരു ടൈമറിനുള്ളത്. അപ്പൊ ഈ 10 പേരും ബട്ടൺസ് പ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 60 സെക്കൻഡിനുള്ളിൽ അത് നിർത്തുകയും വേണം. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആദ്യം നിൽക്കുന്ന ആള് അവിടെയുള്ള റെഡ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അപ്പൊ ടൈമർ സ്റ്റാർട്ട് ആവും. ഒരു 2 3 4 സെക്കൻഡ് ആവുന്ന സമയത്ത് അയാൾ ഉടനെ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് പുറകിൽ പോയി നിൽക്കും. അടുത്ത ആള് വീണ്ടും പ്രസ് ചെയ്യും. അപ്പൊ ഇയാൾ എവിടെ സ്റ്റോപ്പ് ചെയ്തോ അതിന്റെ തുടർച്ചയായിട്ട് വീണ്ടും ടൈമർ ഓടിക്കൊണ്ടിരിക്കും. വീണ്ടും അയാൾ അതിനെ സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം അയാൾ അതിന്റെ പുറകിൽ പോയി നിൽക്കും. അടുത്തയാള് വീണ്ടും ടൈമറിൽ ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ടൈമർ ഓടിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ സ്റ്റോപ്പ് ചെയ്യുന്നു, പുറകിൽ പോയി നിൽക്കുന്നു. ഇങ്ങനെ ഇവരിത് റൊട്ടേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടേയിരിക്കണം. 10 പേരുടെയും ആ ഒരു അവസരം കഴിയുമ്പോൾ ടൈമറിൽ 60 സെക്കൻഡിനകത്ത് നിൽക്കണം. 60 സെക്കൻഡിന് മുകളിൽ പോവാനും പാടില്ല. 60 സെക്കൻഡിനോട് അടുത്ത് നിൽക്കണം. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡിൽ നിർത്തുക എന്നുള്ളതാണ്. അത് ആർക്കും പോസിബിൾ അല്ല. അറ്റ്ലീസ്റ്റ് ഒരു 55-56 സെക്കൻഡിൽ എങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ബെസ്റ്റ് ആയിട്ട് കണക്കാക്കാം. സോ അങ്ങനെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ടീം സേഫ് ആവും. ഏറ്റവും വേസ്റ്റ് പെർഫോം ചെയ്യുന്ന ടീമിനായിരിക്കും പണി കിട്ടാൻ പോകുന്നത്. ആദ്യം വന്നത് ടീം എ ആണ്. അപ്പൊ ടീം എക്ക് 44 സെക്കൻഡ് ആണ് കിട്ടിയത്. 44 സെക്കൻഡ് ആയപ്പോഴേക്കും അവരുടെ ലാസ്റ്റ് പേഴ്സൺ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 44 സെക്കൻഡ്. അത് കഴിഞ്ഞ് ടീം ബി വരുന്നു. അവര് 45 സെക്കൻഡ് വരെ പോയി. 45 സെക്കൻഡ് ആയപ്പോൾ അവരുടെ ലാസ്റ്റ് പേഴ്സൺ സ്റ്റോപ്പ് ചെയ്തു. അടുത്തതായിട്ടുള്ളത് ടീം സി ആണ് വരുന്നത്.
ടീം സി 33 സെക്കൻഡ് ആയപ്പോൾ തന്നെ അവർ സ്റ്റോപ്പായി. അവരുടെ ഒരു സ്ട്രാറ്റജി തെറ്റിപ്പോയി. ആദ്യം വന്നവർ പെട്ടെന്ന് ഓൺ ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു, അങ്ങനെ പോയി. ലാസ്റ്റ് വന്നയാള് കൂടുതൽ സമയം നിൽക്കാമെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷെ അദ്ദേഹം പ്രതീക്ഷിച്ച സമയത്തിന് മുമ്പ് തന്നെ സ്റ്റോപ്പ് ചെയ്തത് കാരണം ആ ഒരു ടീമിന് 33 സെക്കൻഡ് മാത്രമേ നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. അവസാനമായിട്ട് വന്നത് മറ്റേ ലൊലിറ്റ അവരുടെ ടീമാണ്. അതിനകത്താണ് രാകേഷ് ഒക്കെ ഉള്ളത്. ഈ ഒരു ടാസ്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തത് ആ ടീമാണ് കേട്ടോ. അവർ 51 സെക്കൻഡ് ആണ് നേടിയത്. ഈ 51 സെക്കൻഡ് നേടിയത് മാത്രമല്ല, ക്യാപ്റ്റനോട് രഞ്ജിനി ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന എത്രയാണ്, എത്ര കിട്ടിയിട്ടുണ്ടാവും എന്ന് ചോദിച്ചപ്പോ ഒരു 50-55 എന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞു. എന്ന് വെച്ചാൽ അവരെന്താണോ പ്ലാൻ ചെയ്തത് അത് 100% അവരവിടെ ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളതാണ്. സോ ഈ ഒരു ടാസ്ക് ബെസ്റ്റ് പെർഫോം ചെയ്ത് അവരാണ്. സോ ഈ ടാസ്കിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ടീം സി. ആ ടീം സിയിൽ നിന്നാണ് ശരിക്കും 4 പേര് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എവിക്ഷനാണ്. ആദ്യം പോകുന്നത് ആ ടീമിലുണ്ടായിരുന്ന ബിജു ആണ്. ബിജു എന്താ പറയാ, മുട്ടിട്ടതിന് മുമ്പേ തന്നെ കൊഴിഞ്ഞുപോയ പുഷ്പം പോലെ നിരാശയോടെ ബിഗ് ബോസിൽ നിന്ന് അദ്ദേഹത്തിന് പടിയിറങ്ങേണ്ടി വന്നു. പുള്ളിക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് പുള്ളിക്ക് ഒറിജിനൽ ബിഗ് ബോസിന്റെ പടി കാണാൻ പറ്റിയില്ല. അഗ്നി പരീക്ഷയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു. അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് ആരാധ്യ, 18 വയസ്സുകാരിയായ +2 കഴിഞ്ഞ് ബിഗ് ബോസിലേക്ക് എത്തിയ ആരാധ്യ ബിഗ് ബോസിനോട് വിട പറഞ്ഞു, പുറത്തായി കഴിഞ്ഞു. പിന്നെ ബിഗ് ബോസിൽ നിന്ന് ഇന്ന് പുറത്തായ മറ്റൊരാളെന്ന് പറയുന്നത് നിതിൻ ആണ്. നിതിൻ അജിമൻ, അദ്ദേഹവും ബിഗ് ബോസിൽ നിന്ന് പുറത്തായി. 4ാമതായിട്ട് റാഷ വളരെ നിരാശയോടെ ബിഗ് ബോസിൽ നിന്ന് പടിയിറങ്ങി. പുള്ളിക്കാരിക്കും അവിടെ നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അഗ്നി പരീക്ഷയിൽ തന്നെ പുറത്തുപോയി. സോ 4 പേരങ്ങനെ ബിഗ് ബോസിൽ നിന്ന് ഇന്ന് വിട പറഞ്ഞു. ഇതിന് കാരണമായത് ഈ ടാസ്കിലെ അവരുടെ പ്രകടനം തന്നെയായിരുന്നു. ആ ടാസ്കിൽ ഏറ്റവും താഴെ പോയത് അവരുടെ ടീമാണ്. അതിൽ നിന്ന് തന്നെ 4 പേര് ബിഗ് ബോസിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ട് നടന്ന സംഭവങ്ങൾ. അപ്പൊ ഞാൻ മാക്സിമം ഷോർട്ടായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കഴിയുമെങ്കിൽ ഇനിയും നമുക്ക് ഷോർട്ടായിട്ട് പറയാം. സോ എപ്പിസോഡ് കാണാത്തവർ മസ്റ്റായിട്ടും ഏഷ്യാനെറ്റിൽ രാത്രി ടെലികാസ്റ്റ് ചെയ്യുന്ന എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. അല്ലാതെ ഹോട്ട്സ്റ്റാറിലും നമുക്ക് അവൈലബിൾ ആണ്. ഇന്നലെ രാത്രി തന്നെ ഹോട്ട്സ്റ്റാറിൽ ഇത് അപ്ലോഡ് ആയിട്ടുണ്ട്. സോ ഹോട്ട്സ്റ്റാറിൽ ഒരു 1 ഇയർ പ്ലാൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സീസൺ മുഴുവൻ അവിടെ വേണമെങ്കിലും നമുക്ക് കാണാം. ലൈവ് വരുന്ന സമയത്തും ഒക്കെ കാണാൻ കഴിയും. സോ എന്തായാലും കാണാത്തവരൊന്ന് കാണാനായിട്ട് ട്രൈ ചെയ്യുക. ഇനിയിപ്പോ നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു അഗ്നി പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. കാരണം 40 പേരുണ്ടായിരുന്നതിൽ ഒറ്റയടിക്കാണ് 4 പേര് കൊഴിഞ്ഞുപോയത്. ഒരേ ദിവസം തന്നെ ഇതിൽ കൂടുതൽ ആളുകൾ പുറത്താകാം. ഓരോരുത്തർ വീതം ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്താകാം. അങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഈ അഗ്നി പരീക്ഷയുടെ ഇമ്പോർട്ടന്റ് ബിഗ് ബോസിന്റെ ആരാധകർ അല്ലെങ്കിൽ പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കി വെക്കണം. അഗ്നി പരീക്ഷയിൽ മത്സരിക്കുന്ന 1ലേറെ പേര് ചിലപ്പോ ബിഗ് ബോസ് മലയാളം സീസൺ 8 കണ്ടസ്റ്റന്റ്സ് ആയിട്ട് വരാം. അതുകൊണ്ട് തന്നെ അവരുടെ ബിഗ് ബോസിനകത്തെ ഗെയിം ഇവിടെ അഗ്നി പരീക്ഷയിൽ അവരെവിടെ നിർത്തുന്നോ അതിന്റെ തുടർച്ചയായിരിക്കും. ഭയങ്കര അഡ്വാൻറ്റേജും അവർക്ക് കിട്ടും, വലിയ അഡ്വാൻറ്റേജ് കിട്ടും. അഗ്നി പരീക്ഷ നിസ്സാരമായിട്ട് കാണരുത്. പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം നേടാൻ ഒരു അവസരം കിട്ടുന്നതിനോടൊപ്പം തന്നെ കഴിവുകൾ പുറത്തെടുക്കാനും അവരെ ഇത് പ്രാപ്തമാക്കും. എന്തായാലും ഇനിയുള്ള ഓരോ ദിവസങ്ങളും വളരെ നിർണായകമാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.